വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുറകിൽ നിന്ന് മാറിയിരിക്കുന്നവരൊക്കെ ഉണ്ട്. ഫിറോസിക്കാണത്, അവിടെ ഇരിപ്പുണ്ട്. മനുഷ്യക്ക് അപ്പുറത്ത് ഇരിപ്പുണ്ട്. മിഥിലിക്കുണ്ട്. ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മിഥിലിക്ക് പറയും. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടി മീൻ പിടിക്കാൻ പോകുന്നു. നമ്മൾ ചൂണ്ടയിടാൻ പോവാണ്. പഴയ ലോക്കൽ സെറ്റപ്പ് അല്ല, പത്തലും ചൂണ്ടയും വരയും വെട്ടിലും ഒന്നുമല്ല. നമ്മുടെ കയ്യിൽ അതിന്റെ റോഡും ഇതിന്റെ ഫ്രോഗും ഉണ്ട്. നമുക്കറിയത്തില്ല, അതൊക്കെ അങ്ങനെ പേരെടുത്തൊക്കെ പറയണമെങ്കിൽ ഫിഷിംഗ് ഫ്രീക്സിന്റെ ചാനലിൽ പോയി കാണണം. നമുക്ക് വേണമെങ്കിൽ ആദ്യമായിട്ട് മീൻ പിടിക്കാൻ അറിയാത്തവർ മറ്റേ റോഡും ഫ്രോഗൊക്കെ ആയിട്ട് പോകുമ്പോ എന്ത് സംഭവിക്കും എന്നൊക്കെ കാണാം. ആദ്യമായിട്ട് ചൂണ്ടയിടാൻ പോകുന്നവര് കാണാം എന്തൊക്കെ സംഭവിക്കുന്നു. അപ്പൊ നമ്മളിന്ന് അങ്ങനെ പരിപാടി സെറ്റ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇല്ലിക്കൽക്കല്ലൊക്കെ പോവാന്ന് വിചാരിച്ചിരുന്നതാണ്. ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങിയതാ ടൂറെന്നൊക്കെ പറഞ്ഞ്. അവസാനം ഗ്രൂപ്പിന്റെ പേര് ഫിഷിംഗ് ഫ്രീക്സ് എന്നുള്ള ആക്കിയിട്ടുണ്ട്. കാരണം ടൂർ പ്ലാൻ നടക്കത്തില്ല. അപ്പം നമ്മൾ മാറ്റി വെച്ച് ചൂണ്ടയിടാൻ പോകുന്നു. അപ്പം നമ്മൾ പോകാൻ പോവാണ്. 2.5 മണിക്കൂറായിട്ട് ഒരുത്തൻ അവിടെ ബീച്ചിൽ നിൽപ്പുണ്ട് ചൂണ്ട, അതായത് മീൻ ഏത് സ്ഥലത്താണ് കൂടുതലുള്ളതെന്ന് നോക്കി. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോകണം. തോട്ടപ്പള്ളിയിലാണ് നമ്മൾ ചൂണ്ടയിടാൻ പോകുന്നത്. റൈമിക്കുണ്ട്, പിന്നെ ഒരു നിയാസ്കയും കൂടെ വരാനുണ്ട്. അപ്പോൾ നമ്മൾ റൈമിക്കയുടെ വണ്ടിയിലാണ് പോകുന്നത്. ഗൈസ് നമ്മൾ പോട്ടെ, എന്നിട്ട് നമ്മൾ അവിടേക്ക് എത്തിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫൈനലി മീനിടാൻ പോകുന്ന സ്പോട്ടും കഴിഞ്ഞ് ഒരു 6-7-8 കിലോമീറ്റർ ഇപ്പുറത്തോട്ട് വന്ന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ മീനിന്റെ തീറ്റ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തിരിച്ചെടുക്കുന്നു. ഫ്രോഗും റോഡും ഒന്നും അല്ല, വത്തലും ചൂണ്ടയും തന്നെ. അപ്പം നമ്മൾ ചൂണ്ടിടാൻ പോകുന്നത് കായലിലല്ല, കടലില്. അപ്പം റൈമിക്കാണ് ചൂണ്ടസ്റ്റ്. അപ്പം ചൂണ്ടയ്ക്ക് എത്തിടാനുണ്ട് ചെമ്മീൻ വേണം. അതിപ്പം പറയുക നമ്മളോട് തന്നെ തവളയൊക്കെ വെച്ച് ഇങ്ങനെ കറക്കുന്ന സെറ്റപ്പ് ആയിരിക്കും, അതല്ല. അപ്പോൾ ചെമ്മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് റൈമിക്കാൻ നിയാസ്കയും കൂടെ പോയിട്ടുണ്ട്. നമ്മൾ തോട്ടപ്പള്ളിയിലാണ് മീനിടാൻ പോകാൻ ഉദ്ദേശിച്ചത്. അതും കഴിഞ്ഞ് നമ്മളിപ്പോൾ ഹരിപ്പാടെത്തി. ഇവിടെ ഒരു നമ്മുടെ ഇത്താഴ വീടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റും. അപ്പം ഇനി ചെമ്മീനും ചൂണ്ടയൊക്കെ വന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ചെമ്മീൻ മേടിക്കാൻ പോയവർ വരുന്നുണ്ട്. ആ ഹെൽമെറ്റ് വരുന്ന ആളാണ് ചൂണ്ടിസ്റ്റ്. ആ നടന്നു വരുന്ന ആൾ സപ്പോർട്ടർ. ചൂണ്ടിസ്റ്റ് കിട്ടിയാ? ഇല്ല. എപ്പം? അപ്പോൾ ഗൈസ് ഒരു കാര്യം മനസ്സിലായി, പരിപാടി നടക്കത്തില്ല. സോ ഗൈസ് നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എനിക്കും ഫിഷിംഗ് ഫ്രീക്സിൽ പുള്ളിക്കും മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കണ്ണാടിയൊക്കെ. കാരണം ഇങ്ങനത്തെ നമ്മൾ സ്പോട്ടിൽ വരുമ്പോൾ അങ്ങനത്തെ ഡ്രസ്സിങ്ങേ പാടുള്ളൂ. അപ്പം നമുക്ക് മറ്റേ ഇവർക്ക് എന്താ പറയുന്നത്, ചൂണ്ട അല്ല നിയാസിക്ക. അപ്പോൾ ആ പോകുന്നതാണ് മെയിൻ ചൂണ്ടക്കാരൻ, നീല തൊപ്പി വെച്ചാൽ. പുള്ളിക്കാരൻ തൊപ്പ് ചൂണ്ടയൊക്കെ മാറ്റി വെച്ചിട്ട് പോകുന്നുണ്ട്. വീഡിയോ വന്നപ്പം പേടിക്കണ്ട, അധികം പേരൊന്നും കാണാതെ 10-600 രൂപ കാണാം. കണ്ടാൽ കണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഒരു വാങ്ങിക്കാൻ നേരത്തെ ഒരു പേര് പറഞ്ഞല്ലോ എല്ലാവരും വണ്ടി കയറാൻ, മുക്കുവൻ. ഒരു മുക്കുവനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് പരിപാടി എന്നൊക്കെ. ഒരു മിനിറ്റ്, എല്ലാവരും മിനിറ്റ്, ഇത് എന്തിൻ്റെ റോഡാ? ടാറിട്ട റോഡെന്ന്. അങ്ങനെ വലിയ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്കറിയത്തില്ല. കാരണം അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ മറ്റേ ഫിഷിംഗ് ഫ്രീക്സിൽ അവൻ്റെ ചാനലിൽ കയറി കാണണം. നമ്മുടെ വീഡിയോയിൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ മീൻ പിടിക്കാൻ അറിയാത്തവർ ഇങ്ങനത്തെ സാധനമൊക്കെ മേടിച്ചാൽ എങ്ങനെ എന്ത് പറ്റും, അതാ. അപ്പോൾ നമ്മളൊന്ന് കാണണ്ടേ, നമ്മൾ വ്യൂ കാണിച്ചു തരാം ഇവിടുത്തെ. അതെന്താ കാണിച്ചു കൊടുക്കട്ടെ സബ്സ്ക്രൈബേഴ്സിന്. അപ്പോൾ നമ്മളിപ്പം കടലിന് ഏകദേശം നടുക്കെന്ന് പറയാൻ പറ്റത്തില്ല, പകുതി. ഇവിടെ ഇങ്ങനെ ഇതുണ്ട്, ഫുൾ ഇങ്ങനെ കല്ലിട്ടേക്കുന്നതുകൊണ്ട്, ഈ കല്ലിങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് നമ്മൾ ശരിക്കും വണ്ടി ഇടുന്നത് അങ്ങ് എന്നിട്ട് ഇങ്ങനെ നടന്നു പറഞ്ഞു. പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെ സാധനം ഇട്ടതുകൊണ്ട് റൈമിക്ക പ്രൊഫഷണൽ ഡ്രൈവർ ആയതുകൊണ്ടും റൈമിക്ക അത് അങ്ങ് വണ്ടി ഇട്ടിട്ടുണ്ട്. കണ്ട ഏത് പോകുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ബോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫോൺ കൈമാറാം. അപ്പം ഫിറോസ്കി അവിടെ പോവാ. അപ്പോൾ പ്രൊഫഷണലാന്ന് പറയാൻ വേറൊരു അറിയാം. ഇത് കണ്ടില്ലേ, നമുക്ക് ഇരിക്കുന്ന ഇതൊക്കെ ഉണ്ട്, ഡെക്കാത്തലോണിൽ നിന്ന് മേടിച്ച ചെയർ, പിന്നെ വല. മീനെ കിട്ടിയാൽ ഇടാനൊരു വല. അപ്പം റൈമിക്കൊക്കെ ഒരു വെല്ലുവിളിയാണ്. കാരണം എല്ലാവരും റൈമിക്കൊക്കെ മീൻ പിടിക്കാൻ കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നത്. റൈമിക്കയുടെ പങ്കാളിയായ മറ്റേ മുക്കുവനും പറയുന്നത് അങ്ങനെ തന്നെയാണ്, കിട്ടില്ല എന്ന്. നമുക്ക് പരിചയപ്പെടുത്താം. ഇതാണ് നിയാസ്ക. ഇങ്ങോട്ട് നോക്കൂ.
അങ്ങോട്ട് ഇതാണ് നിയാസ്ക. രണ്ട് വാക്ക്. നിയാസ്ക ഒക്കെ ഭയങ്കര ഷൈ ആയിട്ടുള്ള ആളാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ഫേമസ് ആയി കഴിഞ്ഞാൽ ഇവരൊക്കെ സംസാരിച്ചു തുടങ്ങും, പേടിക്കണ്ട. അപ്പോൾ നമ്മൾ മീൻപിടുത്തം തുടങ്ങുമ്പോൾ വരാം. പിന്നെ ചെറിയൊരു കാര്യം, നമ്മൾ ലോക്കൽ സെറ്റപ്പ് അല്ല എന്ന് പറഞ്ഞു വന്നതാ, പക്ഷേ ഇതുണ്ടല്ലേ പൊങ്ങൊക്കെ കിട്ടുന്നുണ്ട്. ചെറിയൊരു ഫുൾ ലോക്കൽ അല്ല, പണ്ടത്തെ പോലെ പത്തലും വരെയും വെട്ടിലും ഒന്നും അല്ല. ചെമ്മീനും കണ്ണാടിയും മേടിച്ച്. ഇതേ മുല്ലക്കലല്ല, ഇത് എവിടെയായിരുന്നു മറന്നുപോയല്ലോ, ഊട്ടിയാ മൂന്നാർ അവിടെ എവിടെയാ. അപ്പം വേറൊരു മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ ചൂണ്ട കുരുങ്ങി. ആ ക്യാമറമാനെ ഒന്ന് കാണിക്കും. 2 പരിപ്പോടെ ഒരു പഴംപൊരിയും മേടിച്ചു കൊടുത്ത് നീ ഒപ്പിച്ച ക്യാമറമാന്റെ ഫോട്ടോ. കല്യാണം അന്ന് നമ്മളൊരു കല്യാണത്തിനല്ലേ തൊടുപുഴയിൽ, അവനാ ക്യാമറമാൻ. അപ്പം നമുക്കിത് കാണാം. റൈമിക്ക ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ ഈ ചൂണ്ടയുടെ പരിപാടി എങ്ങനെയാന്ന്? വലിയ നാണക്കാരാ, എന്നിട്ട് നമ്മുടെ അടുത്ത് പറയാം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ. അതാ എന്തേലും ഒന്ന് മിണ്ട്. അതില്ല, അല്ല. പക്ഷെ നമ്മൾ ഇതുപോലെ ഒരു ചൂണ്ടയല്ല, ഇത് കുറെ ചൂണ്ടയുണ്ട്. നമുക്ക് നോക്കാം, എന്നിട്ട് നമ്മളിത് വീശുമ്പം വരാം. അപ്പൊ സുഹൃത്തുക്കളെ, സഹായി കൊളുത്തി ചൂണ്ട ഇട്ടു. മെയിനാശാരി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, വന്നപ്പോ തൊട്ട് കെട്ടിക്കൊണ്ടിരിക്കുക. നടക്കുമല്ലോ ഇത്? നീ കൂട്ടക്കാരെയും കുടുംബക്കാരെയും വിറ്റ് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുവല്ലോടാ സപ്പു. നീ ആസിക്കാടെ കുരുക്കി പോന്നു ചുമ്മാ. എനിക്കറിയത്തില്ല. നീ ക്യാമറ അങ്ങോട്ട് വിട്. മനുഷ്യ ഇതൊക്കെ ഒരു വർക്ക്, മനുഷ്യരുടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രെസ് റിലീഫ് കിട്ടും. ഇതിലേക്ക് മീൻ വല്ലതും കൊത്തുവാണെങ്കിൽ നമ്മൾ വരാം. ഇതുകളെ റൈമിക്കൊക്കെ ഒരു മുട്ടൻ ഫൈറ്റ് കിട്ടിയിട്ടുണ്ട്. കണ്ട 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 സുഹൃത്തുക്കളെ, പാറയിൽ ചൂണ്ട ഉടക്കി മീനല്ല. പാറക്കിടയിൽ മീൻ കയറി ഒളിച്ചു. കണ്ട 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 എവിടെ ഒന്ന് കാണിച്ചു കൊടുത്തത്? കണ്ട 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 വളയിന്ന് മുഖത്ത് എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നത്. അപ്പൊ ഒരു സെറ്റ് ചൂണ്ട പോയി, അതിന് പൊട്ടിച്ചെടുക്കാന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ നമ്മൾ സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് ഉപകാരമായി. മനുഷ്യ സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് ഇട്ടവരുടെ പുറകെ ഒളിച്ചിരിക്കുന്നു, ഇടാത്തവരുടെ. അപ്പോൾ ഒരു കൊളുത്ത് പോയി, നമ്മളത് പൊട്ടിക്കട്ടെ, എന്നിട്ട് നമ്മൾ വരാം. അപ്പോൾ ഇത് അടുത്ത് എറിയാൻ പോകുന്ന അവനാണ്. എന്തും സംഭവിക്കാം. സീൻ സാധനം, സീനർ എവിടെ പോയത്? പിന്നെ ഉടക്കി. പിന്നെയും ഉടക്കിച്ച അവന് എറിഞ്ഞ് കല്ലേലിട്ട്. അപ്പോൾ ഫൈനലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധനം ഇവിടെ ഉണ്ട്. സംഭവം എറിയാൻ അറിയാത്തവരെറിഞ്ഞ ഇങ്ങനെ ഇടാ ഇങ്ങോട്ടാ ഡാ മിതിലിക്കാണ് ഇപ്പുറത്തിരി. വേണ്ട, നീ മിതിലിക്കാണ് അപ്പുറത്തോട്ടിരി, നമുക്ക് പറ്റിയ പണിയല്ലേ ഇത്. അപ്പോൾ ഗൈസ് നമ്മൾ സ്പോട്ട് മാറിയിട്ടുണ്ട്. ആ സ്പോട്ടിൽ ഭയങ്കര തിര, അതുകൊണ്ട് മീൻ കിട്ടുന്നില്ല. അവിടുന്ന് റൈമിക്ക് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. തിര കൂടിക്കഴിഞ്ഞാൽ മീൻ കിട്ടത്തില്ല, പ്രശ്നമാണ്, പ്രോബ്ലം അല്ലേ നേസ്കിയ? തിര കൂടിയാൽ മീനെ കിട്ടത്തില്ലല്ലേ? പിന്നെ 3-4 വട്ടം ചൂണ്ട ഉടക്കി, അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ അങ്ങ് ആ അറ്റത്ത് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ നമ്മൾ മര്യാദയ്ക്ക് സത്രം, ഇല്ലിക്കൽ കല്ല് അവിടെ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്തേ വണ്ടേ. ചുമ്മാ എല്ലാവരും കൂടെ ഒരു ദിവസത്തേക്ക് പോയിട്ട് തിരിച്ചു വരാമെന്ന്. അന്നേരമാണ് മനീഷിക്കൊക്കെ ചൂണ്ടയിടാൻ പോകണമെന്നൊരു കൊതി. എന്നിട്ട് നോക്കിയാൽ വെയിലത്ത് തലയും പൊത്തി പിടിച്ച് നടക്കുന്ന. ഇത്രയും നേരം വെയിലില്ലായിരുന്നു, പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ വെയിലായി, പൊരിഞ്ഞ വെയിൽ. ഇവിടെ ആണെങ്കിൽ ഭയങ്കര റഫായിട്ടുള്ള പാറയും കല്ലുമൊക്കെ, ഏതാണ്ട് ഹൈ റേഞ്ച് പോയി നടക്കുന്നതാണ്, ഭയങ്കര അണയ്ക്കുന്നു. അപ്പം ഇതിലേക്കാടയിൽ ഒരു സ്റ്റൂളും ഉണ്ട്, വേറെ ഒരുത്തൻ്റെ ഒരു ചൂണ്ടുണ്ട്. 2 ചൂണ്ടയുണ്ട്, 5 പേരുണ്ട്, 5 അല്ല 7 പേരെന്തോണ്ട്. അപ്പോൾ നമ്മൾ ചൂണ്ടയൊക്കെ ഇട്ടട്ടെ. ഉറപ്പായിട്ടും ഒരു മീനെങ്കിലും കിട്ടുമായിരിക്കുമെന്നും പറയാം. 1/2 കിലോ മത്തി മേടിച്ചിട്ടുണ്ട്. മത്തിയുടെ പൈസയെങ്കിലും ലാഭമായാൽ മതിയായിരുന്നു. അപ്പോൾ
നമ്മൾ പോട്ടെ, എന്നിട്ട് നമ്മൾ വരാമേ. അങ്ങനൊരു ചൂണ്ടക്കാരൻ നടന്നു വരുന്നുണ്ട്. വെയിലും ഒന്നും ഇല്ലാത്ത മര്യാദയ്ക്ക് നല്ലൊരു സ്ഥലത്തിരുന്നയാ. അവിടെ നിന്ന് കറങ്ങി ഇപ്പം നമ്മൾ ഹാർബറിൻ്റെ അവിടെ നിന്നും കുറേ ദൂരം നടന്നു വന്നിട്ടുണ്ട്. അതാണ് ഹാർബർ, ബോട്ടൊക്കെ അടിപ്പിക്കുന്ന സ്ഥലം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു എൻഡിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇച്ചിരി കൂടെ കല്ലിട്ടിട്ട് നമുക്ക് ഗൾഫിൽ പോയിരുന്നല്ലേ മനുഷ്യ, പറ്റുമോ അങ്ങനെ? ഗൈസ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ തോറ്റ് ചരിത്രം നമുക്കില്ല. അതാണ് കണക്ക് പറയാം. എന്തായിരുന്നു എനിക്ക് പറഞ്ഞാൽ അതൊന്നും കൂടെ പറഞ്ഞ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. അല്ലെന്ന് ചെറിയ ചെളി ഇളകിയത്. അപ്പോൾ നമ്മൾ ഒരു മീനെങ്കിലും പിടിച്ചിരിക്കും. തോറ്റ ചരിത്രം പ്രദേശ് കുടുംബത്തിനില്ല. അപ്പോൾ നമ്മൾ മീനെയൊക്കെ പിടിക്കുമ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ ചൂണ്ടിടാൻ പോവാണ്. റൈമിക്ക് നമുക്ക് കൊളുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മീനെ കൊളുത്തി ഇതിൻ്റെ അകത്ത് തീറ്റയിട്ട് തരാം. 1/2 കിലോ മത്തി മേടിച്ചിട്ട് 1/4 കിലോ വെറുതെ എറിഞ്ഞപ്പോൾ പോയി. കുറേ എറിഞ്ഞപ്പോൾ ചൂണ്ടേ ദൂരിപ്പോയി കുറേ. ഫിറോസിക്ക് അവിടെ പോയി കുത്തിയിരിക്കുന്നു. മീനുണ്ടാന്ന് നോക്കുവാണോ? ഇറങ്ങി പോണത്. ഇങ്ങോട്ടന്നേ. കായലൊക്കെ ആണെ പിന്നെയും ഞാൻ ചാടി രക്ഷിക്കും. ഇവിടെയൊക്കെ പാടാണേ. അതെ, എവിടെ പോയാലും നമുക്കൊരു ഇതുള്ളതാ. അപ്പോൾ റൈമിക്ക് നമുക്ക് കൊളുത്തി തരുന്നുണ്ട്. ഇനി ഞാൻ ഇടും. ഞാൻ നോക്കിയിരുന്നു അവിടെ. ഇത് പിടിച്ചോ കറക്റ്റായിട്ട് എടുത്ത് തരണേ. സുഹൃത്തുക്കളെ, നമ്മൾ മീനെ പിടിക്കാൻ പോവാണ്. കുറെ നേരം കൊണ്ട് പറയുന്നുണ്ട് പിടിക്കാൻ പോവാ. 1ാം ഘട്ടം, 3rd ടൈം. കിട്ടും. അതല്ല, അത് മറ്റേ ലോക്ക് മാറ്റി കൊടുക്കുക. മൈ ഗോഡ്. ആ ലോക്ക് മാറ്റി കൊടുക്കുക. മുന്നോട്ട് വെച്ച് വീഡിയോ ഒക്കെ കിട്ടി. അതിക്ക് വലിച്ചെടുത്തോ. ഇതൊന്ന് തിരിച്ചെടുക്ക. എന്തൊരു പണി. അപ്പൊ നിയാസിക്ക എറിഞ്ഞു, പക്ഷെ കൊളുത്തൊടുക്കി അവിടെ. എന്റെ ഞാൻ കട്ട് ചെയ്ത് കളയും. അപ്പൊ ഞാൻ എറിഞ്ഞായിരുന്നു, കൊളുത്തുടക്കി. പക്ഷെ നിയാസിക്ക അത് എടുത്ത്. താങ്ക് യു നിയാസിക്ക, താങ്ക് യു. അപ്പോൾ നമുക്ക് പറ്റിയ പണിയല്ല ഇത്. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മീൻ കിട്ടുമെന്ന്. പക്ഷേ ആദ്യം നമ്മളെ തന്നെ പാളിപ്പോയി. എറിഞ്ഞുടക്കിച്ച് ഞാനങ്ങ്. ഒരു ചൂണ്ട ഞാൻ കളഞ്ഞു. നോക്കട്ടെ, ഇനി മീനെ കൊത്തുമ്പോഴേ ഞാൻ വരുത്തുള്ളൂ. ബൈ. അപ്പോൾ സ്വർണം കൊത്തിയതായിരുന്നു, പക്ഷെ അത് വിട്ടുപോയി. നമ്മൾ പിടിച്ചിരിക്കും, ഉറപ്പായിട്ടും പിടിച്ചിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ബ്രദേഴ്സ് കുടുംബം തോറ്റ് പിന്മാറിയ ചരിത്രമില്ല ഒന്നിനും. അല്ല മനുഷ്യ നിയാസ്ക പിന്നെ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ട് അങ്ങോട്ടൊന്നും പോകില്ല. അപ്പൊ നമ്മളറിയുമ്പോ വേറൊരു പ്രശ്നമുണ്ട്. തീറ്റ അതിൻ്റെ ഒന്ന് തെറിച്ചു പോകും. പിന്നെ വെറുതെ ചൂണ്ട മാത്രം അവിടെ പോയി കിടക്കും. മീൻ കൊത്തിയപ്പോൾ ഞാൻ എടുത്തായിരുന്നു, പക്ഷെ അതങ്ങ് പോയി. ഇനി കൊത്തി കരയ്ക്ക് കയറിയിട്ട് കാണാം. ഇതിലേക്ക് അറിയാൻ പോവാണ്. ദുബായിൽ നിന്ന് ലീവിന് വന്നതാണ്. കൊള്ളാം. ഇവിടെ ഉണ്ട് ചൂണ്ട. ചൂണ്ടയൊക്കെ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അത് കുഴപ്പമില്ല, അത് ട്രയല. അത് പ്രശ്നമില്ല. ചൂണ്ട ഒക്കെ എന്തോ പോയിട്ടുണ്ടെന്ന് എണ്ണിക്ക് കത്തിരുന്നില്ല ഇരിക്കാൻ. അപ്പം ചൂണ്ട വീണ്ടും ഉടക്കിയിട്ടുണ്ട്. പയ്യെ എടുത്താൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ചൂണ്ടയൊക്കെ എടുക്കട്ടെ. റൈമിക്കക്ക് പിന്നെയും കൊത്തു വന്നതാണ്, പക്ഷെ അത് മിസ്സായി പിന്നെയും. അപ്പോൾ സുഹൃത്തുക്കളെ, റൈമിക്ക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. തീറ്റ
മത്തി ആയതുകൊണ്ടാണ് കിട്ടാത്തതെന്ന്. അപ്പം ഇനി വേണ്ടത് കോഴിയുടെ കുടൽ അഥവാ എന്താ പ്രശ്ന കോഴിക്കുടൽ. അപ്പം നമ്മൾ അത് തപ്പി പോവാണ്. എന്തായാലും ഇവിടെ വരെ വന്ന് ഇത്രയും വെയിലും കൊണ്ട്. അപ്പം നമ്മൾ കോഴിക്കുടൽ മേടിക്കാൻ നടത്തും. ഇനി നമ്മൾ പോയി കോഴിക്കുടൽ നോക്കട്ടെ എവിടെയെന്ന് വെച്ചാൽ. ബൈക്കിനാക്കോല് മേടിച്ചാൽ മതിയെന്ന്. യെസ്. അപ്പം നമ്മൾ ബൈക്കിലാണ് പോകാൻ പോകുന്നത്. കാർ ഇവിടുന്ന് വളയ്ക്കണമെങ്കിൽ ഇച്ചിരി മെനക്കേടാണ് ബൈക്ക്. അപ്പോൾ നമ്മൾ പോയി കോഴിക്കുടലൊക്കെ മേടിച്ചിട്ട് വരാം. അതിന് മുമ്പ് മീൻ വല്ലതും കിട്ടുമോ എന്തോ അവർക്ക്. മീൻ കിട്ടുവാണെങ്കിൽ ഒരു വീഡിയോ എടുത്ത് വെക്കാൻ ഇതിലേക്കകത്ത് പറയാം, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ബ്രദേഴ്സ് കുടുംബം തോറ്റിരിക്കുകയാണ് ചൂണ്ടയിടലിൽ. അങ്ങനെ ഒരു കാര്യത്തിലെങ്കിലും ബ്രദേഴ്സ് കുടുംബം തോറ്റല്ലോ, സന്തോഷമായി. അപ്പോൾ നമ്മൾ കോഴിയുടെ കുടലൊക്കെ ഒപ്പിച്ച് ഏതോ വീടിൻ്റെ ഇടവഴിയിലൊക്കെ കയറിപ്പോയി കോഴിയുടെ കുടലൊപ്പിച്ച് കുടലൊക്കെ കൊണ്ട് കൊടുത്തപ്പം അവർ അങ്ങ് ഇങ്ങോട്ട് നടന്നു വരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന പാടെ നമുക്കറിയാം. പിന്നെ നമ്മൾ തിരിച്ചു നടന്നു ചിറങ്ങിക്ക് ചൂണ്ടയൊക്കെ ഒടിച്ച് സെപ്പറേറ്റ് ആക്കി ഊരി തന്ന്. ഞങ്ങൾ കോഴി മേടിക്കാൻ പോയപ്പോൾ കുറേ ടീം അവിടെ നിന്ന് അവരെ സഹായിച്ചുകൊണ്ടിരുന്നവരാ. കാറിൻ്റെ അകത്ത് വന്ന് AC വിട്ട് സുഖിച്ചങ്ങ് ഇരിക്കുക. ഒന്നില്ലാധികം. നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്ന? എത്ര മീൻ കിട്ടി? ബ്രദേഴ്സ് കുടുംബം തോറ്റു ചൂണ്ടയിടല്. അവർക്ക് 5-6 മീൻ കിട്ടി. ടൈമിക്ക് അവസാനം സമാധാനത്തിൽ പറയാം, ചെറുതാണല്ലോടാ നിങ്ങൾക്ക് കിട്ടിയത്. കോഴിയുടെ കുടലുമായിട്ട് വന്നപ്പം വേറെ സ്ഥലമുണ്ട്, ഇന്നത്തെ ദിവസം കൊള്ളത്തില്ലെന്ന്. അപ്പം തോറ്റ് തുന്നമ്പാടി വരുന്നു നിന്റെ മോൻ. അപ്പോൾ സുഹൃത്തുക്കളെ, വളരെ റിസ്കി ഷോട്ടിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. കാരണം ഇത്രയും ചെറിയ വഴിയിലൂടെ റിവേഴ്സാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിലേക്കാണ് സ്പൾബർ. അപ്പോൾ സുഹൃത്തുക്കളെ, ബ്രദേഴ്സ് കുടുംബം തോറ്റ് തിരിച്ചു പോവാണ്. നിയാസിക്ക പറയുന്നത് സ്ഥലം കൊള്ളത്തില്ല, വേറെ സ്ഥലം ഉണ്ടെന്നാണ് പറയുന്നത്. റൈമിക്ക നിയാസിക്ക. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോവാണ്. അറിയില്ല, അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും കടല. നീന്താൻ അറിയാവുന്നവരൊക്കെ രക്ഷപ്പെടും, അല്ലാത്തവരൊക്കെ മുങ്ങിച്ച. അപ്പം നമ്മൾ പോവാണ് ഇവിടുന്ന് വേറെ സ്ഥലത്തോട്ട്. കോഴിയുടെ കുടലൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് മേടിച്ച്. മനുഷ്യ കുഴഞ്ഞ ഇല്ലല്ല. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. റൈമിക്കാനിയസ് ഗെയിം ബൈക്കിൽ വരുന്നുണ്ട്. ഇതാ സുഹൃത്തുക്കളെ, നമ്മൾ ലൊക്കേഷൻ മാറിയത് സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു. അത് തന്നെ നമ്മൾ പിടിച്ചാൽ കുറച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ കുറച്ച് മീനെ പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിനി സ്ഥലം മാറി നമ്മൾ കോഴിക്കടലൊക്കെ നേരത്തെ പോയി മേടിച്ചല്ലോ. അപ്പോൾ അതെല്ലാം വെച്ച് റൈമിക്ക് ഒരു വീശാൻ പോയി ഇവിടെ. അതെ. അപ്പം എല്ലാം റൈമിക്ക സാധനമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ തറയിൽ കറക്കുന്ന സാധനമൊക്കെ ഊരിക്കളഞ്ഞു റൈമിക്ക. അതിൻ്റെ പേരെന്തായിരുന്നു? റീൽ. അതെ, റീൽ റൈമിക്ക ഊരിക്കളഞ്ഞു. റോഡ് നമ്മൾ റൈമിക്ക ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കാനുണ്ട് കുറച്ച്. പിന്നെ അത് കാണിച്ചു കൊടുക്കുക റൈമിക്ക തിരിക്കുന്നതും പിടിക്കുന്നതൊക്കെ പഠിപ്പിച്ചു തരും. അതൊക്കെ ഇത് നഷ്ടമാണല്ലോ, ഇത് പൊട്ടിച്ചോളൂ ഓരോ കെട്ട് ഇത് പോയിട്ട് കഴിയുമ്പം. അപ്പോൾ അത് തീരുമല്ലോ, അത് നഷ്ടക്കച്ചവടമാണപ്പം. അപ്പം സുഹൃത്തുക്കളെ, ഇനി നമ്മൾ ഫ്രോഗ് ഉണ്ടോ ഇറങ്ങിയ? അല്ല, ഫ്രോഗ് എന്താന്ന് അറിയത്തില്ല. അത് ഫിഷിംഗ് ഫ്രീക്സിലാവും പറയുന്നത് ഫ്രോഗ് എന്നൊക്കെ, നമ്മളങ്ങ് പറയുക. ഇല്ല, ഫ്രോഗിന്റെ റോഡിന്റെ. അപ്പം നമ്മുടെ അപ്പുറത്ത് വേറൊരു ചേട്ടൻ ചൂണ്ടിടുന്നുണ്ട്. ചേട്ടന് കുറച്ച് മീൻ കിട്ടി. അപ്പം ഞാനും ആ ചേട്ടന് ഞാൻ ആ ചേട്ടൻ്റെ കൂടെ വന്നതാ. വെള്ളം ഉണ്ടായിരുന്നു, നമ്മളങ്ങനെ കുറച്ച് വെള്ളം തീർന്നു കേട്ടോ. അപ്പോൾ തരും ഐസ് ഇട്ട വെള്ളം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യട്ടെ, എന്നിട്ട് നമ്മൾ ബാക്കി പരിപാടി ഒപ്പിച്ചിട്ട് തരും. എന്നാ നമുക്ക് രണ്ടും കൊണ്ടൊന്ന് പോയി നോക്കിയാലേ, വിത്ത് വീഡിയോ. അതാകുമ്പോ
അപ്പം നമ്മളിത് സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമ്മൾ വരാം. സുഹൃത്തുക്കളെ, ഇനി ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. നമ്മുടെ റീല് വരുന്നത് ഒമേഗ 300. NA 300 പിന്നെ നമ്മുടെ റോഡ് വരുന്നത് വിക്ടറിന്റെ റോഡും NA 300ന്റെ റീലും പിന്നെ നമ്മുടെ ഒരു റാപ്പറിന്റെ ഫ്രോഗും ഉണ്ട്. റാപ്പറിന്റെ ഒരു ഫ്രോഗും ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ നമ്മൾ ഇതിട്ടൊരു കിലുക്കാൻ പോയി. ഫിറോസിക്ക ഫ്രോഗ് വേണം എന്ന് പറഞ്ഞ അവസാനം നിയാസ്ക്ക് ഒരു ഫ്രോഗിനെ എടുത്ത് തുടക്കി കൊടുത്ത്. ഇനിയിപ്പോ ഫിറോസ്ക്ക് എങ്ങനെയാണ് ഇത് എറിയുന്നത് നമുക്ക് കാണാം. പിന്നെയും കഷ്ടപ്പെട്ട് ചുറ്റിയെടുക്കും. ഫിറോസ്ക്ക് ആ ലോക്ക് മാറ്റുന്നത് തറയെ പോവും. നോക്കാം എത്ര വേണേലും നോക്കാം. 10 മണി വരെ സമയമുണ്ട് രാത്രി. പിന്നെ കറക്കി പൊക്കിയെടുത്ത് മതി. ഇനി ലോക്ക് അത് ആ നൂല് പിടിച്ചോണ്ട് അത് ലോക്ക് മാറ്റും ഫിറോസ്ക്ക. അങ്ങനെ തന്നെ മാറിക്കൊടുക്കേ. സുഹൃത്തുക്കളെ, അവനാണ് എറിയുന്നത്. എവിടെ പോയത്? എവിടെ? എങ്ങോട്ട് പോയി? സുഹൃത്തുക്കളെ, അങ്ങോട്ട് പോയിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയത്തില്ല. അതെ വരുന്നുണ്ട്. അത് ഞാൻ എടുക്കുമ്പോൾ ചാടി വരുന്ന തവള അടുത്ത ഞാനാണ് എറിയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടത്. വൺസ് മോർ ആണ് അവൻ അറിയാൻ പോണത്. എറിഞ്ഞോ എത്ര വലിച്ചെറിഞ്ഞിട്ട് അവിടെ വരെ പോകുന്നുള്ളൂ. അതാണ് അതിലും വലിയ പ്രശ്നം. ഇത് സമയം എടുക്കും കേട്ടാ. മീനൊക്കെ കൊണ്ടുപോകുന്നത്. സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ കൈക്ക് ഫോറാമിനുള്ള എക്സസൈസാണ്. മീനില്ല ഇവിടെ. എറിയും ചുറ്റും. ഞാൻ അതല്ലേ മാറിക്കൊടുക്കാം. താത്ത് വെച്ചിട്ടാ പൊക്കി വെച്ചിട്ടാ എറിയട്ടെ. അപ്പോൾ ബ്രദേഴ്സ് കുടുംബം കായലിലും തോറ്റു. കടലിൽ മാത്രമല്ല, കായലിലും തോറ്റു. അതെ, ഇനി മീൻ കിട്ടിയട്ടെ. ഇനി ഞാൻ വരത്തുള്ളൂ വീഡിയോ കൊണ്ട്. അപ്പോൾ നമ്മൾ വരാം. സുഹൃത്തുക്കളെ, ഇനി ഞാനാണ് അറിയാൻ പോണത്. മൈ ട്രൈ. അപ്പം റാപ്റ്ററിന്റെ ഫ്രോഗും NA 300 റീലും എറിയാം. ഞാൻ മീനെ കൊണ്ടുവരും. അപ്പോൾ സുഹൃത്തുക്കളെ, ചൂണ്ട നിയാസിക്കാൻ നമ്മളെ പറ്റിച്ചല്ലേ. വെറുതെ എറിഞ്ഞ് കൈ കൊഴയട്ടെന്ന് ഓർത്ത് വെറുതെ കറക്കി കെട്ടി തന്നല്ലേ. കെട്ടുന്നതിനൊരു നാക്കുണ്ട്. മാങ്ങാത്തൊലിയാ. അപ്പം സുഹൃത്തുക്കളെ, എറിയേണ്ടതിനൊരു നാക്കുണ്ട്. അത് പറയുമ്പോൾ കാണിച്ചു തരും. കാണാം HD ദൃശ്യ മികവോടെ. മാറിക്ക് അവിടെ അടിസക്കെ. ഇതിലും ഭംഗിയായിട്ടാ ഞാൻ അറിഞ്ഞേ. ഇതിലും കണ്ടാ തവള ചാടി വരുന്നു. അതുങ്ങളെ നമ്മൾ ഒരെണ്ണമെങ്കിലും പിടിക്കുമായിരിക്കും. ഇൻഷാ അല്ലാ നോക്കാം. വെറുതെ ഇൻഷാ അല്ലാ വേണ്ട. നോക്കട്ടെ, എന്ത് വേണേലും സംഭവിക്കാം. റൈമിക്ക് ഇപ്പം 3 വട്ടം എറിഞ്ഞ്. നല്ല സ്ഥലമാണ് ആക്ച്വലി ഇവിടെ. കിടിലൻ സ്ഥലം അല്ലേ മനുഷ്യ? സ്ഥലം കൊള്ളാം. നല്ല തണലും. ആ കടലിൽ പോയി കളഞ്ഞ മത്തിയൊക്കെ ഇവിടെ കളഞ്ഞാൽ മതിയായിരുന്നു. ഇനി ആയുഷ്കാലത്തേക്കുള്ള ചർച്ചയായിരിക്കും കേട്ടോ. മസ്റ്റായിട്ടും 2 മീനെ മേടിച്ചോണ്ട് പോയിപ്പോ. വീട്ടിൽ പോകുന്നില്ലല്ലോ. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പോകുന്നു. മാമാക്ക് കൊടുത്തേച്ചടി ഞാൻ മീൻ. ഞാൻ പറയാൻ റെഡി ആകും.
സുഹൃത്തുക്കളെ സംഭവം എന്താന്ന് വെച്ചാൽ നല്ലപോലെ പാളിയിട്ടുണ്ട്. സംഭവം എന്താന്ന് വെച്ചാൽ ഇവന്റെ കല്യാണം കഴിഞ്ഞുള്ളൂ. അപ്പൊ ഇവൻ പറഞ്ഞു ഞാൻ മീനെ പിടിച്ചോണ്ടേ വരത്തുള്ളൂ. അപ്പൊ മീനൊന്നും കിട്ടിയുമില്ല. ജസ്റ്റ് മാരീഡ് ആണ്. ആ ജസ്റ്റ് മാരീഡാ. അപ്പൊ അതുകൊണ്ട് തിരിച്ചെല്ലാരും ഒരു ചമ്മലുണ്ട് മീനില്ലാതെ. അതെന്ത് ചെയ്യോ ഇവര് ആലോചിക്കുക. നമുക്ക് പിന്നെ ചെയറൊക്കെ ഉണ്ട്, ഫുൾ പ്രൊഫഷണൽ ടച്ച് ആണെങ്കിലും ആർക്കും മീൻ പിടിക്കാൻ അറിയത്തില്ല. ഒരു കുറവില്ല, പക്ഷെ ആർക്കും മീൻ പിടിക്കാൻ അറിയത്തില്ല. അതാണ് അതിന് വലിയ പ്രശ്നം. ഇത് നമ്മുടെ ഫോൺ തന്നെ 24 Ultra. നമ്മൾ നമ്മുടെ മീൻപിടുത്തം പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ചായ കുടിക്കാൻ നിർത്തുന്നുണ്ടോ? ഇല്ലല്ലോ, പോയേക്കുമല്ലേ? അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ അവിടെ കഷ്ടപ്പെട്ട് പിടിച്ച ചേട്ടന്റെ കയ്യിൽ ചേട്ടൻ ഈ ഇക്കാടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച മീനാണ് ഇവൻ ഫോട്ടോ ഇട്ടത്. നീ ഒറ്റയ്ക്കാ, നീ ഓടുക. നമ്മളിനി ഇവിടുത്തെ ചായക്കട കുടിച്ചിട്ട് വീട്ടിലോട്ട് പോട്ടെ. നമ്മുടെ ചാനൽ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കാണാൻ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.